അമേരിക്കയെ കുരുക്കിയ ഇറാന്റെ ബുദ്ധി. തലപ്പത്തുള്ളവരെ വീഴ്ത്തിയിട്ടും ഇറാൻ പ്രത്യാക്രമണം തുടരുന്നു പിന്നിലെ മൊസൈക് തന്ത്രം. 2026 ഫെബ്രുവരിയിലെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിലൂടെ ഇറാന്റെ പരമോന്നത നേതാക്കളെ ഇല്ലാതാക്കിയാൽ രാജ്യം കീഴടങ്ങുമെന്നായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടൽ. എന്നാൽ സൈനിക ചരിത്രത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വമില്ലാതെയും ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. ഭരണകൂടം തകർന്നിട്ടും ശത്രുവിന് നേരെ യാതൊരു തടസ്സവുമില്ലാതെ തീമഴ പെയ്യിക്കാൻ ഇറാന് കഴിയുന്നത് എങ്ങനെയാണ്? ഇതിനു പിന്നിൽ വർഷങ്ങൾക്ക് മുൻപേ ഇറാൻ മെനഞ്ഞെടുത്ത അതിബുദ്ധിപരമായ ഒരു തന്ത്രമുണ്ട്. ഡീസെൻട്രലൈസ്ഡ് മൊസൈക് ഡിഫൻസ്, വികേന്ദ്രീകൃത മൊസൈക് പ്രതിരോധം. 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചപ്പോൾ സദ്ദാം ഹുസൈൻ്റെ പതനത്തോടെ ആ രാജ്യത്തിൻ്റെ സൈനിക സംവിധാനം പൂർണ്ണമായി തകർന്നിരുന്നു. സെൻട്രലൈസ്ഡ് കമാൻഡ് സിസ്റ്റമായിരുന്നു ഇറാഖിൻ്റെ പ്രധാന ദൗർബല്യം. മുകളിൽ നിന്നുള്ള ഉത്തരവില്ലാതെ താഴെത്തട്ടിലുള്ള സൈനികർക്ക് അനങ്ങാൻ കഴിയുമായിരുന്നില്ല. ഈ ചരിത്രപരമായ പരാജയം മനസ്സിലാക്കിയ IRGC മുൻ കമാൻഡർ മേജർ ജനറൽ മുഹമ്മദ് അലി ജാഫരിയാണ് വിപ്ലവാത്മകമായ ഈ പുതിയ തന്ത്രത്തിന് രൂപം നൽകിയത്. സദ്ദാമിന് പറ്റിയ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ ജാഫരി ഇറാന്റെ സൈനിക സംവിധാനത്തെ 31 അർദ്ധ സ്വയംഭരണ പ്രവിശ്യ കമാൻഡുകളായി വിഭജിച്ചു. തലസ്ഥാനമായ തെഹ്റാനിൽ നിന്നും ആശയവിനിമയം നഷ്ടപ്പെട്ടാലും നേതാക്കൾ കൊല്ലപ്പെട്ടാലും സ്വതന്ത്രമായി യുദ്ധം തുടരാൻ കെൽപ്പുള്ള രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഓരോ പ്രവിശ്യക്കും സ്വന്തമായി മിസൈൽ ശേഖരവും ഡ്രോണുകളും പരിശീലനം ലഭിച്ച മിലീഷ്യകളും ഭൂഗർഭ അറകളുമുണ്ട്. കേന്ദ്ര നേതൃത്വം തകർന്നതോടെ ഇറാന്റെ ഈ 31 പ്രവിശ്യകളും ഇപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. തങ്ങൾക്ക് മുകളിൽ ഉത്തരവ് നൽകാൻ ആരുമില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവയ്ക്ക് നേരെ യാതൊരു നിയന്ത്രണവുമില്ലാതെ അവർ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇതൊരു വലിയ കെണിയായി മാറിയിരിക്കുകയാണ്. ഒരു ഭരണകൂടത്തെയോ നേതാവിനെയോ ഇല്ലാതാക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ രാജ്യമെമ്പാടും ചിതറിക്കിടക്കുന്ന സ്വന്തമായി ആയുധശേഷിയുള്ള 31 സ്വതന്ത്ര തീവ്ര കമാൻഡുകളെ ഒരേ സമയം വേരോടെ പിഴുതെറിയുക എന്നത് സൈനികമായി അസാധ്യമായ കാര്യമാണ്.